തഞ്ചാവൂർ ബിഗ് ടെമ്പിളിലാണ്. ഇവിടെ ഞാനിരിക്കുന്നത് തിരുവാരൂർ എന്ന് പറയുന്ന ഒരു മഹർഷി ഉണ്ടായിരുന്നു, സിദ്ധൻ. 18 സിദ്ധന്മാരിൽ ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ പ്രതിഷ്ഠയുടെ നേരെ മുന്നിലാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ കിട്ടുന്ന ഒരു വൈബ്രേഷൻ എന്താണെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. അതിന് ഇവിടെ ഇരിക്കാൻ വേണ്ടി കൃത്യമായൊരു കട്ടിങ് എനിക്ക് കിട്ടി. അപ്പോൾ ഈ കട്ടിങ്ങിൻ്റെ അകത്ത് കയറി ഞാൻ ഇരിക്കുകയാണ്. കംപ്ലീറ്റ് നമ്മുടെ കുണ്ടലിനിയുടെ ഒരു ഫുൾ റൈസാണ് ഫീൽ ചെയ്യുന്നത്. പിന്നെ എന്തൊക്കെയോ കുറേ വിഷൻസ് വരുന്നു. കുറേ കാലങ്ങളായിട്ട് ഞാൻ ഈ ആളുകളുടെ പ്രശ്നപരിഹാരമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നതുകൊണ്ട് എനിക്ക് ഇതുപോലുള്ള ഫീലിങ്സൊക്കെ അധികം വരാറില്ല. പക്ഷേ ഇവിടെ വന്നപ്പോൾ വീണ്ടും ആ അവസ്ഥയിലേക്ക് ഞാൻ എത്തി. അപ്പോൾ എനിക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ വരണം. പിന്നെ ശിവലിംഗത്തിൽ നിന്ന് വരുന്നതായ ഒരു പവർ അത് നിങ്ങളുടെ കുണ്ടലിനീനെ അവേക്കണാക്കും. നാവിലൂടെയുള്ള കറണ്ട് അത് അവേക്കണിൽ വരുന്നൊരു പ്രത്യേകതയാണ്. നമ്മുടെ നാവിലൂടെ കറണ്ട് പോകുന്ന പോലെ ഫീലിംഗ് അതെനിക്ക് വർഷങ്ങളായിട്ടുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ അത് കിട്ടി എനിക്ക്. അത് കുറേ നാളായിട്ട് ഇല്ലാതിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോൾ അത് ഓപ്പണായി വീണ്ടും. അത് ശരിക്കും നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ആത്മീയവാദത്തിൽ സഞ്ചരിക്കുന്ന ആൾക്കാർ ഉറപ്പായിട്ടും വരണം. ഇവിടെ ഈ കരുവാരൂരിൻ്റെ അടുത്തിരുന്നിട്ട് സ്വല്പനേരം ധ്യാനിക്കണം. ശിവലിംഗത്തിൻ്റെ ആ ഒരു പവർ, ആ കറണ്ട് അടിക്കുന്ന ഫീലിംഗ് നിങ്ങൾക്ക് കിട്ടും, ഉറപ്പായിട്ടും കിട്ടും. പ്രാർത്ഥിക്കുക ഇവിടെ വന്നിട്ട്. പിന്നെ കുറച്ച് നേരം ഞാൻ ഈ പറയുന്ന സ്ഥലത്ത് ഇവിടെ ഇരിക്കുക. ഇവിടെ ആയാലും അടുത്തായാലും കുഴപ്പമില്ല, ഇവിടെ താഴെ ഇരുന്നാലും മതി, കുഴപ്പമില്ല. അങ്ങനെ ഇരിക്കുക. തഞ്ചാവൂരിലേക്ക് വരുന്ന ആൾക്ക് നല്ല അനുഭവമായിരിക്കും. ഈ കാണുന്നതാണ് കരുവാരൂർ എന്ന് പറയുന്ന സിദ്ധൻ്റെ ക്ഷേത്രമാണ് കാണുന്നത്. അപ്പോൾ 18 സിദ്ധന്മാരിലുള്ള ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ പ്രതിഷ്ഠ ഇവിടെയുണ്ട്. അതാണ് ഈ അമ്പലത്തിൻ്റെ ഏറ്റവും വലിയൊരു ശക്തി, ഒരു പവർ എന്ന് പറയുന്നത്. പിന്നെ ഇവിടുത്തെ ശിവലിംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 ആളുടെ ഹൈറ്റെങ്കിലും ഉണ്ടാവും. ഇതിനകത്ത് കയറുമ്പോൾ ഉണ്ടാകുന്നൊരു ഫീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഈ കുണ്ടലിനിയുടെ ഒരു ആക്ടിവേഷൻ നടക്കുന്നുണ്ട്. നമ്മുടെ നാവിലൂടെ കറണ്ട് അടിക്കുന്ന ഒരു ഫീലിംഗ്, അല്ലെങ്കിൽ നമ്മുടെ 2 മൂക്കുകളിലേക്കും തുളച്ച് കയറുന്ന പോലെ ഫീലിംഗ് ഇവിടെ കിട്ടും. അപ്പോൾ ആത്മീയവാദത്തിൽ സഞ്ചരിക്കുന്ന ആളുകൾ ഇവിടെ വന്നിട്ട് ദർശനം നടത്താനായിട്ട് ശ്രമിക്കുക. ഈ പറയുന്ന കാര്യം ശ്രദ്ധിക്കുക. ഈ കരുവാരൂർ എന്ന് പറഞ്ഞ ആളെടുത്ത് തൊഴുക. പിന്നെ ശിവലിംഗത്തിൻ്റെ ആ ഒരു പവർ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും.